നമ്മളൊരു ഷോർട്ട് ഫിലിമാണ്. ഏയ് ഞാൻ തന്നെ കാണാൻ പോണ ഷോർട്ട് ഫിലിം. സ്ക്രിപ്റ്റ് ആണ്, ഇതാണ് സ്ക്രിപ്റ്റ് മൊത്തം. അപ്പൊ എന്താ സംഭവം? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഒരു പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. ഡാൻസ് കളിച്ച് നല്ലൊരു പാട്ടിൽ ത്രില്ല് ചെയ്ത് നല്ല മൂഡായിട്ട് ഡാൻസ് കളിക്കുന്നു. അപ്പോഴേക്കും ഡാൻസ് കളിച്ച് അവസാനം ഒരു ഗ്യാപ്പിലെത്തുമ്പോഴേക്കും നമ്മുടെ സ്പൈന് വന്ന് ടേബിൾ തട്ടി അവിടെ നിന്ന് കോഫി മഗ് താഴെ വീഴും. മിൽക്ക് കോഫി, പാൽ ചായ, പാൽ കോഫി താഴെ വീഴും. അയ്യോ, അപ്പം അത് എടുക്കാൻ പോകുമ്പോൾ കൈ മുറിയും. നമ്മളിങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നു. അപ്പം തന്നെ ടേബിളിൽ തുറന്ന് ബാൻഡേഡ് എടുത്ത് ഒട്ടിക്കുന്നു. എന്നിട്ട് ബാൻഡേഡ് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവള് കിച്ചണിലോട്ട് പോകുന്നു. കിച്ചണിലോട്ട് പോയിട്ട് കോഫി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പം ഒരു പാത്രം എടുത്തിട്ട് വെള്ളം ചൂടാക്കാൻ വയ്ക്കുന്നു, മറ്റേ പാത്രത്തിൽ പാല് ചൂടാക്കാൻ വയ്ക്കുന്നു. പാല് ചൂടാക്കാൻ വയ്ക്കുമ്പോഴേക്കും ഒരു ഡോർ ബെല്ലടിക്കും. ഡോർ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവൾ പുറത്തോട്ടിറങ്ങി കയ്യിൽ കോഫി മഗ്ഗുമായിട്ട് അവൾ ലാപ്ടോപ്പിന്റെ അടുത്ത് പോയിരുന്ന് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഓഫീസ് റൂമിൽ കയറി ലാപ്ടോപ്പിന്റെ അടുത്ത് കോഫി മഗ്ഗും വെച്ച് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്തിട്ട് അവൾ ഫോൺ റിങ് അടിക്കുമ്പോൾ അവള് ഫോൺ ചാർജറിന്റെ അവിടെ കുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഷോട്ട് കാണിക്കും അവൾ റിങ് അടിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവള് നേരത്തെ ഡോർ ബെല്ല് അടിച്ചിരിക്കും. ആ ഡോർ ബെല്ല് അടിച്ചതിലോട്ട് ഡോർ തുറക്കാൻ പോയിട്ട് അവിടുത്തെ ഡെലിവറി ബോയ് ഒരു കൊറിയർ കൊടുക്കുന്നു. ആ കൊറിയർ അവളെ കയ്യിൽ മേടിച്ച് അവിടുത്തെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ തന്നെ ടീപ്പോയിൽ വെച്ചിട്ട് അവള് കിച്ചണിലോട്ട് നടക്കുമ്പോൾ അവിടുന്ന് കിച്ചണിലോട്ട് നടക്കുമ്പോഴേക്കും അവള് നേരത്തെ മുറിച്ച് വെച്ചല്ലോ, കൈ മുറിഞ്ഞപ്പോൾ ഗ്ലാസ് പൊട്ടിയത്. അപ്പം അത് ക്ലീൻ ചെയ്യാനായിട്ട് ചൂലും കോരിയെടുത്ത് അവള് റൂമിൽ പോയി അതെല്ലാം കോരിയെടുത്തിട്ട് ആ കോരിയും ചൂലും കൊണ്ട് അവള് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും അവള് കിച്ചണിലോട്ട് കയറുമ്പോഴേക്കും നേരത്തെ കൊറിയറിൽ നിന്ന് വാങ്ങിച്ച ശേഷമുള്ള ഡെലിവറി ബോയിന് വാങ്ങിച്ച ശേഷമുള്ള കിച്ചണിലോട്ട് കയറിയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കൂടുന്നതാണ്. അവിടെ പാല് സ്പില്ലാവും. അപ്പോൾ അവൾ അവിടെ കിച്ചൺ റാക്കിൽ നിന്ന് ഒരു കോഫി മഗ് എടുത്തിട്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കും. റിങ്ങിങ് സൗണ്ട് കേൾക്കും. നേരത്തെ ചാർജ് അടിച്ച ഫോണിൽ നിന്ന് റിങ് എടുക്കും. കോൾ എടുത്തിട്ട് ഹലോ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോഫി ഹലോ ചേച്ചി, ഡെലിവറി ബോയ് കൊറിയർ സർവീസിൽ നിന്നാണ്, ഒരു കോഫി മഗ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അത് തരാൻ വരുന്ന ചേച്ചി എപ്പോഴും കാണും ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവൾ ഓടി ആ ലിവിംഗ് റൂമിലോട്ട് പോയി. നേരത്തെ ടീപ്പോയിൽ വെച്ചിരുന്ന ബോക്സ് എടുക്കാനായിട്ട് ഓടിപ്പോയി. എന്നുവെച്ചാൽ നേരത്തെ വന്ന കൊറിയർ എവിടെയാ, അപ്പൊ നേരത്തെ വന്ന കൊറിയറോ എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ ഒരു കൊറിയർ ബോക്സ് ഉണ്ട്. ആ കൊറിയർ ബോക്സ് തുറന്ന് വരുമ്പോൾ ക്യാമറ അവിടെ നിന്ന് ഓഫീസ് റൂമിലോട്ട് ക്യാമറ പുഷ് ചെയ്ത് ലാപ്ടോപ്പിന് സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഇത് കൊറിയർ തുറക്കുന്നു. അപ്പോഴേക്കും രണ്ടും ഒരേ മണിക്കൂർ. ഈ ഡെലിവറി ഈ കയ്യിൽ നിന്നുള്ള ബോക്സിൽ കണ്ട് ഞെട്ടി കണ്ണ് തള്ളി കയ്യിൽ നിന്ന് പോയി താഴെ വന്ന് അത് സ്ലോ മോഷനിൽ വന്ന് പൊട്ടുന്നു. അവിടെ ബ്ലാക്ക് ടൈറ്റിൽ, അപ്പോഴേ ടൈറ്റിൽ കാണിക്കുന്നു. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വരുന്ന സീൻ എന്ന് പറയുന്നത്, നേരത്തെ ക്ലീൻ ചെയ്തതിന് ശേഷം കോഴിയിൽ കുറെ വിക്ടിംസ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് പീസസ് ഉണ്ടല്ലോ, അതും എടുത്ത് അവളിങ്ങനെ പുറത്തോട്ട് പോയിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തോട്ട് പോയിട്ട് കൊണ്ട് തട്ടുന്നു. അവിടെ തട്ടുമ്പോൾ സെയിം മഗ്ഗിൻ്റെ കുറേ ഷാറ്റേഡ് പീസസ് കാണിക്കുന്നു. എന്നിട്ട് അവളെ തട്ടിയിട്ട് തിരിച്ച് നടക്കുമ്പോഴേക്കും ഒരു പൊട്ടാത്ത ഫുൾ ഇൻടാക്ട് കോഫി മഗ്ഗിൻ്റെ അകത്ത് ബ്ലാക്ക് കോഫിയുടെ എസെൻസ് ഉള്ള ഒരു കോഫി. അവൾ ലറിയിൽ നടന്നു പോകുന്നു. ഈ ഒരു ഷോട്ടിന് അവിടെ ബ്ലാക്ക് ആവുന്നു. ടൈറ്റിൽ എഴുതി കഴിഞ്ഞു. എൻ്റെ പേര് ഡയറക്റ്റഡ് ബൈ ജിജി.
താങ്ക് യു. ആഡ് ഓൺ ടിപ്സ്. നമ്മൾ ആദ്യം ഗ്ലാസ് ഡാൻസ് കളിക്കുമ്പോൾ പൊട്ടുന്ന കോഫി മിൽക്ക് കോഫി. അവിടെ ബാൻഡേഡ് ഒട്ടിക്കുന്നുണ്ട്. ആ ബാൻഡേഡ് ഒട്ടിക്കുന്നത് ക്ലീനിങ്ങിൻ്റെ സമയത്ത് അവസാനം കൊണ്ട് തട്ടുന്ന സമയത്ത് അത് സ്പെസിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കോഫി മഗ്ഗുമായിട്ട് വർക്ക് ചെയ്യാൻ ലാപ്ടോപ്പിൽ ഇരിക്കണം. ആൻഡ് ആ കോഫി ബ്ലാക്ക് കോഫി ആയിരിക്കും, പക്ഷെ കാണിക്കാതെ കാണിക്കും. പക്ഷെ ആ ബ്ലാക്ക് കോഫിനെ കുറച്ചുകൂടെ സ്ട്രെസ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കണം. ഇവിടെ പൊട്ടുന്ന സമയത്ത് കാണിക്കുന്ന ബ്ലാക്ക് കോഫി നന്നായിട്ട് ബ്ലാക്ക് കോഫിയാണ് കാണിക്കുന്നത്. കാരണം ഇറ്റ് റെപ്രസെൻസ് ഓഫീസിലെ ടെൻഷൻ, സ്ട്രെസ്, അഡിക്ഷൻ, കോഫി അഡിക്ഷൻ, സ്ട്രെസ്, ഓഫീസ് സ്ട്രെസ്. അതേസമയത്ത് ഇവിടെ ബാക്ക് സ്പൈൻ ഇടിച്ചിട്ടാണ് കോഫി വീഴുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് കോസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ കാണിക്കുന്നത് റിസൾട്ടായിട്ട് അതെന്താണ് കാണിക്കുന്നത്, ബാക്ക് സ്റ്റാബിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഡെലിവറി ബോക്സിന് കയ്യിൽ നിന്ന് സ്ലിപ്പായി വീഴുന്നതാണ്. അത് കാണിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡന്റ് ആണ് കാണിക്കുന്നത്. അപ്പം ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ഇമോഷണൽ ബാഗേജ് നമ്മുടെ ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ പല സ്ട്രെസ് അല്ലെങ്കിൽ പല ഇമോഷണൽ ബാഗേജ് ഈ ഓരോ കോഫി മഗ്ഗായിട്ട് റെപ്രസെന്റ് ചെയ്ത് അത് പൈൽ ഓഫ് കോഫി മഗ് പോലെ അത് അവിടെ ഷാറ്റേഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ അതുണ്ട് എന്ന രീതിയിലുള്ള മെറ്റഫോറിക്കലായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധനം. Wow.